ഗായ്സ്, ദിസ് ഇസ് മീ ശ്രുതി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് നീണ്ടൊരു വ്ലോഗ് ചെയ്താലോ എന്നിങ്ങനെ വിചാരിച്ചു. രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടി സ്കൂട്ടി സ്റ്റാർട്ടാക്കി ശശിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പം നടന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചിങ്ങമാസം 2-ാം തീയതിയാണ് കേട്ടോ. 1-ാം തീയതി അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചെങ്കിലും 1-ാം തീയതി ആയതറിയാത്തത് കാരണം പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള വള്ളിയൂർക്കാവ് ദേവീക്ഷേത്രത്തിലാണ് പോകുന്നത്. അവിടെ വന്ന് തൊഴാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അറിഞ്ഞത് ഇന്ന് അവിടെ 2 കല്യാണവും 2-3 ചോറൂണും നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ വേഗം രസീതൊക്കെ മുറിച്ച് വഴിപാടിനുള്ള രസീതൊക്കെ മുറിച്ച് നേരെ തൊഴാൻ വേണ്ടി കയറി ചെന്നു. അപ്പോൾ ഉള്ളിൽ ഫോൺ കയറ്റാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണം അതിനെപ്പറ്റി ഒന്നും ഒരു ധാരണയില്ലായിരുന്നു. പിന്നെ തൊഴുത് ഇത് താഴേക്ക് ആഴ്വിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. അവിടെ 2-3 പിള്ളേരിരുന്ന് നല്ലപോലെ അടി കൂടുന്നുണ്ട്. ഞങ്ങൾ പിന്നെ തൊഴിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടുന്ന് താഴെക്കാവിലെ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ഓട്ടോ സ്റ്റാൻഡ്. അപ്പോൾ അവിടേക്ക് നടന്നു പോവുകയാണ്. വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങോട്ട് നടന്നു പോയി അവിടെ നിന്ന് വണ്ടി കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ താഴേക്കാവിൻ്റെ ഭാഗം കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ വള്ളിയൂർക്കാവ് ഉത്സവം നടക്കുന്നത്. അത്യാവശ്യം ഫേമസും അത്യാവശ്യം വലിയൊരു ഉത്സവമാണ്. പിന്നെ ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് അവിടുത്തെ ഒരു സ്വീറ്റ് പൊറോട്ട എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വാങ്ങാണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതും കൂടി വാങ്ങി ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്ന് അടുത്ത ഡ്രസ്സൊക്കെ മാറി അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. മാനന്തവാടി ടൗണിൽ പോയി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മമ്മി ഡാഡിയിലാണ് പോയത്. അവിടെ പോയി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആസ് യൂഷ്വൽ എനിക്കതൊന്നും ഇഷ്ടപ്പെടാത്ത കാരണം അതിലേതൊക്കെയോ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനൊന്നും വാലും തുമ്പും ഇല്ലായിരുന്നു. ഈ ഒരു ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെങ്കിലും അതിൻ്റെ കൂടെ ഒരു ഡങ്കരി സെറ്റായിരുന്നു. പുറത്തുള്ള സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അത് മേടിച്ചില്ല. പിന്നെ ചേച്ചിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ലെമണിലേക്ക് പോന്നു. ലെമണിൽ വന്നൊരു ഫ്രൂട്ട് സാലഡും ഒരു ഷേക്കൊക്കെ കുടിച്ച് അവിടുന്ന് മെല്ലെ ഇറങ്ങി. ഇനിയിപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഒന്ന് പുൽപ്പള്ളി വരെയും പിന്നെ ഒന്ന് ബത്തേരി വരെയും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ ഇറങ്ങി. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ നിന്ന് തരികയാണ്. അതിനിടയ്ക്ക് കൂടെ മേതു സ്ഥിരം കുറുമ്പ് കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ചു. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. 2-3 കാടൊക്കെ ഉണ്ട്. നൈസ് കാടുകളാണ്. അതിനകത്ത് കൂടെ ആ വണ്ടി വരുന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഈ സ്ഥലം അത്യാവശ്യം ഫേമസ് ആണ്. ചില റീൽസിലൊക്കെ കാണാൻ പറ്റും പുൽപ്പള്ളിക്ക് പോകുന്ന ആ വഴി. ശേഷം നമ്മൾ പുൽപ്പള്ളിയിലൊക്കെ ചെന്ന് നേരെ ബത്തേരിയിലെത്തി. ബത്തേരി വന്ന് അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ ജൂബിലി കയറി. ഇവിടുത്തെ അടിപൊളി ഫുഡാണ് കേട്ടോ. അപ്പോൾ വന്ന് നേരെ ഇരുന്ന് ഒന്ന് സെറ്റായപ്പോഴത്തേക്കും മേതുവിൻ്റെ കുറുമ്പ് തുടങ്ങി. അപ്പോൾ മേതുവിന് അവിടെയുള്ളൊരു ചേട്ടനൊരു ചെയർ കൊടുത്തു. അതിലൊരു സീറ്റ് ബെൽറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീരെ അങ്ങ് പിടിച്ചില്ല. അപ്പോൾ ആ ചേട്ടനെ നല്ല രീതിയിലൊന്ന് നോക്കി പേടിപ്പിച്ച് അവൾക്ക് കിട്ടിയ സ്പെഷ്യൽ പാത്രത്തിൽ കളിയായിരുന്നു. പിന്നെ അതൊക്കെ ഏകദേശം താഴെ ഇരുന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവളെ ഇരുന്ന് കളിപ്പിക്കുകയാണ്. അതിലെ മിനിയൻസിനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നേരത്തേക്ക് നമ്മുടെ ഫുഡ് വന്നു. അത്യാവശ്യം നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞാനും പപ്പയും ചില്ലി ബിരിയാണി, ചേച്ചി ബീഫ് ബിരിയാണി, അമ്മ പൊറോട്ടയും മീൻകറിയൊക്കെയാണ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അതിനിടയ്ക്ക് കൂടെ മേതുവിൻ്റെ ഫുഡൊക്കെ ഒറ്റയ്ക്ക് വാരി കഴിക്കുന്നുണ്ട്. കുറേ താഴെ പോകുന്നുണ്ട്, അത് പെറുക്കി വായിൽ വെക്കുന്നു. അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അങ്ങ് ഇറങ്ങി. ഇവിടെ സ്റ്റുഡിയോയിൽ നല്ലൊരു ഓഫർ നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടോ സത്യത്തിൽ വന്നത്. അടിപൊളി ഓഫറായിരുന്നു കണ്ടെടുത്തോളം. അപ്പോൾ ഞങ്ങൾ വരാൻ പറ്റുകയാണെങ്കിൽ പപ്പ എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ മെല്ലെ കിട്ടിയ ഗ്യാപ്പിന് ഇറങ്ങി ഓടി. നമ്മൾ നേരെ സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ അവിടെ പൂഴി ഇട്ടാൽ താഴത്തത്ര ആളുകളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പിന്നെ കളക്ഷൻസൊക്കെ ഒരുപാടുണ്ടെങ്കിലും നമ്മളെ സൈസിന് പറ്റിയതൊന്നും ഇല്ലായിരുന്നു. ഏകദേശം എല്ലാം തന്നെ തീർന്നിട്ടുണ്ടായി. നമ്മുടെ സൈസിനെക്കാട്ട് കൂടുതൽ XXL XXL ആയിരുന്നു ഉണ്ടായിരുന്നതൊക്കെ. പിന്നെ ഉള്ളതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഴക്കം തോന്നുന്നുണ്ടായിരുന്നു ഓഫറിന് കിടക്കുന്നത്. അല്ലാത്തതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും നല്ല പ്രൈസ് ആയതുകൊണ്ട് ആ ഭാഗത്തേക്ക് പിന്നെ നോക്കിയില്ല. പിന്നെ കുറേ ഇങ്ങനെ തപ്പി 1-2 സെറ്റായി കിട്ടി. പിന്നെ ഞാനവിടെ പോയാൽ ഇതന്നെ അവസ്ഥ ആയതുകൊണ്ട് എനിക്ക് ഒരുപാടൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞാൻ മേതുവിനെ കൊണ്ട് ഈ മിററിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഈ ഒരു ടോപ്പും ഒരു ഉടുപ്പുമാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് രണ്ടും ഞാൻ എടുത്തു. പിന്നെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ എടുത്തു. പപ്പ ഒരു ചെരുപ്പ്, ഒരു ബനിയൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പപ്പയും മേടിച്ചു. അമ്മ ഒരു ടോപ്പ് എടുത്തു. അപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ കോസ്മെറ്റിക്കിൻ്റെ സൈഡിലേക്കൊന്ന് പോയി. അവിടെ വന്നിട്ട് എനിക്കൊരു ബോഡി മിസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ചേച്ചി വാങ്ങിയത്. അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചാൽ അതും ഒരു ഹെയർ ബാൻഡുമാണ് മേടിച്ചത്. അതിനിടയ്ക്ക് കൂടെ ഒരാളുടെ സെൽഫ് ലവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങി മേതുവിൻ്റെ കൂടെ ഇരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു കേട്ടോ. നല്ല മഴയായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ എവിടെ ഇറങ്ങേണ്ടി വന്നില്ല. നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.